നമ്മളങ്ങനെ 7 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. സോ 7 ഓർഡർ ഉച്ചയായപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. 3 മണി നമ്മുടെ ഓഫ് ടൈം. സോ 12 മണിക്കാണ് ഇറങ്ങിയത്. നമുക്ക് 7 ഓർഡറിൽ എത്ര പേയ്മെൻറ്റ് കിട്ടിയെന്ന് നോക്കാം. 813 രൂപ കിട്ടി. വാ പൊളി. 7 ഓർഡറിൽ 813 രൂപ പേയ്മെൻറ്റ്. കാരണം 3 മണി വരെ നമുക്ക് എറൗണ്ട് ഓരോ ഓർഡറിന് 80 രൂപ വെച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇനി സ്പിന്നുണ്ട്. നമുക്ക് സ്പിൻ എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. സോ ഓൺ സ്പിൻ അവൈലബിൾ. 14 മാർച്ചിന് തീരും. നമുക്ക് എന്തായാലും സ്പിന്നൊന്ന് ചെയ്ത് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ ഇല്ലെന്ന് അറിയാനായിട്ട്. സ്പിൻ ദ വീൽ. ഓക്കെ ഇടാൻ സ്പിൻ ചെയ്യുന്നുണ്ട്. 50 രൂപ കിട്ടിയിട്ടുണ്ട്. സൊമാറ്റോ 50 രൂപ സ്പിന്നിൽ കിട്ടി. വാ 50 രൂപ കിട്ടി. വെറുതെ ആയില്ല. വ്യൂ ഡീറ്റെയിൽസ് നമുക്കങ്ങനെ സ്പിന്ന് കിട്ടിയിട്ടുണ്ട്. യെസ് 50 രൂപ. പേയ്മെൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, പക്ഷേ വെയിലായതുകൊണ്ട് ഭയങ്കര ഒരു ഇരുട്ടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിത് അങ്ങനെ 50 രൂപ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത 7 ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ സെക്കൻഡ് സ്പിന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി വൈകുന്നേരം 7 ഓർഡറും കൂടെ കൊടുത്തു നോക്കാം. സ്പിന്നിൻ്റെ പേയ്മെൻറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ടോ? ഇല്ല, അത് പിന്നെ വരത്തുള്ളൂ. അപ്പോൾ ബൈ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾക്ക് ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 863 രൂപ. ടോട്ടൽ 7 ഓർഡർ എടുത്തു. 7 ഓർഡറിൽ 800 രൂപയൊക്കെ കിട്ടണത് ന്യൂ ഇയർ കഴിഞ്ഞ ഇന്നാണ്. സോ ഈ കാർഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാർഡ് ഇവർക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റും, പക്ഷേ മനഃപൂർവ്വം തരാത്തതാണ് ചേട്ടന്മാർ. സൊമാറ്റോ ചേട്ടന്മാർ മനഃപൂർവ്വം തരാത്തതാണ്. എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ വരുമ്പോൾ മാത്രം ആൾക്കാരെ ഇറക്കിക്കാൻ വേണ്ടി മാത്രം തരുന്ന കാർഡാണ്. സോ 3 to 6 ഞാൻ ഓഫാണ്. 6 ആവാനുള്ള ടൈം ആവാറായി. കാരണം ഇപ്പോൾ 5:30 ആയി. ഞാൻ ഇപ്പം ഓഫാണ്. കാരണം 3 മണി വരെ ഞാൻ എടുക്കൂലായിരുന്നു, പക്ഷേ എനിക്ക് ഒരു മൂഡ് തോന്നി ഞാനങ്ങ് എടുത്തതാണ്. കാരണം നമുക്ക് ഓടി വരുമ്പോൾ ഒരു രസം തോന്നും, അങ്ങനെ എടുത്തതാണ്. സോ ടോട്ടലി ഇറങ്ങിയ എത്രയെന്ന് വെച്ചാൽ 12 മണിക്കാണ്. 12 മണിക്കാണ് ഞാൻ ഓപ്പൺ ആക്കിയത്, അതായത് സൊമാറ്റോ ഓൺ ആക്കിയത്. 12 മണി തൊട്ട് 2:30 വരെ, അതായത് കറക്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഓർഡർ കൊടുത്തപ്പോൾ 3 മണി കഴിഞ്ഞു. എന്നാൽ നമുക്ക് 12 മണി തൊട്ട് 2:30 വരെ 7 ഓർഡറിൽ 800 രൂപ പേയ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ വാ രോമാഞ്ചം. കാരണം കുറേ നാളത്തിന് ശേഷം, ന്യൂ ഇയറിന് ശേഷം ഇന്നാണ് കിട്ടുന്നത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ ഓർഡർ പേ ആണെങ്കിൽ 253 രൂപയേ ഉള്ളൂ. അതായത് സാധാരണ ദിവസം നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ, കൂടിപ്പോയാൽ 400 രൂപ, അതിനപ്പുറം നിങ്ങൾക്ക് കിട്ടൂല. ബട്ട് ഇന്ന് ഇൻസെൻറ്റീവ് 560 രൂപ, അതായത് 7 × 8 അതാണ് ഇവിടെ വന്നത്. ഓരോ ഓർഡറിന് 80 രൂപ വെച്ച് കിട്ടി. ഇനി വൈകുന്നേരം ഒരു 10 ഓർഡറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായനെ. കാരണം 6 to 9 60 രൂപയുണ്ട്, 9 to 12 40 രൂപയുണ്ട്. ഒരു 2-3 മൾട്ടിയൊക്കെ കിട്ടിയാൽ പൊളിക്കും. എന്നാൽ ഒരു അത്യാവശ്യം ഒരു 1300 രൂപ 1400 രൂപയൊക്കെ പേയ്മെൻറ്റ്, അതിൽ കൂടുതലൊക്കെ ഉറപ്പായിട്ടും പോകും. എന്തായാലും നമുക്ക് നോക്കാം. ഇനി അടുത്ത ഒരു 7 ഓർഡറും കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു സ്പിന്നും കൂടെ കിട്ടുമായിരുന്നു. നേരത്തെ നമുക്ക് ഒരു സ്പിന്ന് കിട്ടി അറൗണ്ട് 50 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പിന്നിൽ 3000 ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ അത്യാവശ്യം 1-2 കടമൊക്കെ തീർക്കാൻ പറ്റിയത്. സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വ്യൂവർ പ്രൈസസ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരെണ്ണം ഇവന്മാരുടെ ഈ കൂപ്പണ് ഇതൊക്കെ എനിക്ക് നേരത്തെ കിട്ടിയതാണ്. ഓണത്തിന് 14 സെപ്റ്റംബർ തൊട്ട് 18 സെപ്റ്റംബർ വരെ. അന്ന് ഞാൻ 4 സ്പിന്നാണ് എടുത്തത്. ഈ 4 സ്പിന്നിൽ 3 കൂപ്പണ്, പിന്നെ ഒരു 50 രൂപ. എനിക്ക് ഈ ഇന്നത്തെ ഇതിൽ സ്പിന്ന് മാത്രം മതിയായിരുന്നു, കൂപ്പണൊന്നും വേണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് കൂപ്പണൊന്നും വേണ്ട. സ്പിന്ന് 50 രൂപയെങ്കിൽ 50 രൂപയായിട്ട് കിട്ടുമല്ലോ. ഇനി ഗ്രാൻഡ് വിന്നേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 500 രൂപയൊക്കെ റീസെൻ്റായിട്ട് 3000 ഒക്കെ ട്രിവാൻഡ്രം സെൻറ്ററിൽ വീണ ആൾക്കാരുണ്ട്, കണ്ടില്ലേ? കഴക്കൂട്ടത്തൊക്കെ 3000, 500, 3000. ആലോചിച്ച് നോക്കിയേ, ഓരോ ആൾക്കാർക്ക് 3000 ഒക്കെ വീണിട്ടുണ്ട്. പിന്നെ ഇത് പഴയതാണ്, ഈ പറഞ്ഞ ടിവിയും ഫ്രിഡ്ജും അതും ഇതൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ പറഞ്ഞ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് 3000 കിട്ടിയത് 1, 2 പേർക്ക്, 3 പേർക്കാണെന്ന് തോന്നുന്നു. 3 പേർക്ക് 3000 കിട്ടിയിട്ടുണ്ട്. ബാക്കി 500, 3000 മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. 1000 കൂടെ. അപ്പം മെജോറിറ്റി 500, പിന്നെ 1000, 3000. സോ കുറവ് തന്നെയാണ്. ഇത്രയും 300 പേര് 400 പേര് സൊമാറ്റോ ഓടുന്നതിൽ ഒരു 10 പേർക്ക് കിട്ടിയിട്ടുണ്ട്, അത്ര തന്നെ. ബാക്കിയുള്ള എല്ലാവർക്കും 50, 100 ഒക്കെ തന്നെ. സോ അറ്റ്ലീസ്റ്റ് ഒരു 500, 1000 എങ്കിലും കിട്ടിയിരുന്നെങ്കിലും ബെറ്റർ ആയിരുന്നു തന്നെ. സോ നമുക്കതായാലും നോക്കാം വൈകുന്നേരം 7 ഓർഡറും കൂടെ എടുക്കുമ്പോൾ എത്ര കിട്ടുമെന്ന്. പിന്നെ റെയിൻ സർജ് മൾട്ടി ഓർഡറിന് 50 രൂപ അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവരിങ്ങനെ കൊടുത്താൽ പിന്നെ ഒരു മഴയില്ല. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രൊമോഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ സ്ഥലമൊക്കെ യൂസ്ലെസ് ആയിരുന്നു. ഇപ്പോൾ നാളത്തെ എമൗണ്ട് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി നാളെ നമുക്ക് എത്രയാണ് ഇൻസെൻറ്റീവ് എന്ന് നമുക്കിവിടെ അറിയത്തില്ല, അതിവിടെ ഇട്ടിട്ടില്ല. പിന്നെ ഇവർ ചെയ്തൊരു നല്ല കാര്യം എന്ന് പറയുന്നത് പൊങ്കാല സ്പെഷ്യൽ ഡ്രോപ്പ് 3 സമയത്തും ഇട്ടിട്ടുണ്ട്. അതായത് രാവിലെ ഇറങ്ങണവർക്ക് രാവിലെ മാത്രം ഇറങ്ങിക്കൊണ്ട് ഏൺ ചെയ്യാം,
രാവിലെ മാത്രം, അതായത് 4 AM to 6 PM എന്ന് പറയുന്നുണ്ട്. ബട്ട് ഇതിന് കമ്പൽസറി എന്ന് പറയുന്നത് 1.5 മണിക്കൂർ നിന്നാൽ മതി, 12 തൊട്ട് 2 മണി വരെ മാത്രം നിന്നാൽ മതി. ഇനി ഇത് വൈകുന്നേരം മാത്രമുള്ള ഡ്രോപ്പും ഇത് ഫുൾ ടൈം നിൽക്കുന്നവർക്കുള്ള ഡ്രോപ്പും, അങ്ങനെ 3 ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻസെൻറ്റീവ് നിങ്ങൾക്ക് അൺലോക്ക് ആക്കി കിട്ടും. പിന്നെ ഒരു കാര്യം, നോട്ട് മോർ ദാൻ 3 ഓർഡർ ഡിനൈൽ ചെയ്യാൻ പാടില്ല, 3 ഇൻകംപ്ലീറ്റ് ജിഗ് വരാൻ പാടില്ല, ഒരു ക്യാൻസലേഷൻ. സോ ഞാനിതൊന്നും ചെയ്യാറില്ല. സോ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, 3 4 ഒക്കെ പിടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് സൊമാറ്റോ വലിയ ഇൻകം തരണില്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്വിഗ്ഗി ഓടാൻ പോകും. അങ്ങനെയൊക്കെയുള്ള കുറേ ആൾക്കാരുണ്ട്. സോ അങ്ങനെയൊന്നും ഒരിക്കലും ആവരുത്. നിങ്ങൾ ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി പക്കയായിട്ട് ഫോക്കസ് ചെയ്യുക, അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ കിട്ടണ ഇൻകമിൽ സാറ്റിസ്ഫൈഡ് ആവുക. ഇപ്പോൾ നോക്കുവാണെങ്കിൽ 4 ദിവസത്തിൽ 3 ദിവസം മാത്രമേ ഞാൻ ഇറങ്ങിയുള്ളൂ. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് എനിക്ക് 4000 രൂപ എന്നൊക്കെ പറയുന്നത് അത് അത്യാവശ്യം വലിയ ഇൻകം തന്നെയാണ്. കാരണം ഒരു ദിവസം, അതായത് ഒരു ദിവസം മീൻസ് ഈ 11-ാം തീയതി 1600 രൂപയും ഇന്നലെ ജസ്റ്റ് 300 രൂപ മാത്രമാണ് പേയ്മെൻറ്റ്. കാരണം ഇന്നലെ ഞാൻ സിറ്റിയിലെ കയറിയില്ല. ഇന്നലെ ഒരു ഡേ ആയിട്ട് നമുക്ക് കൂട്ടണ്ട, ഇന്നത്തെ കൂടെ ആഡ് ചെയ്യാം. കാരണം ആകെ 12 to 2 ചുമ്മാ എനിക്ക് സ്റ്റാറിന് വേണ്ടി മാത്രം ഞാൻ ഓണാക്കി വെച്ചതാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഡയമണ്ട് അടിക്കണം, അതിന് വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. പറ്റുമെങ്കിൽ ഈ മാസം ലാസ്റ്റെങ്കിലും എനിക്കിന്ന് ഡയമണ്ട് അടിക്കണം. എനിക്കിപ്പോൾ 65% ഉണ്ട് 172. ഇതിന്ന് രാത്രി കഴിയുമ്പോൾ വീണ്ടും 170 മാറും. 170 അവരിപ്പോൾ ഇത് റീസെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇന്ന് രാത്രി കഴിയുമ്പോൾ 170 മാറും. എനിക്ക് എങ്ങനെയെങ്കിലും ഇത് ആയേ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കിടന്ന് ഓടുന്നത്. കാരണം ഇത്രയും, അതായത് ഇനി 2 ആഴ്ചയും കൂടെ അടുപ്പിച്ച് ഇങ്ങനെ കിടന്ന് ഓടിയാൽ മാത്രമേ നമുക്ക് ഏണിങ്സ് ഇത് ഡയമണ്ടിലോട്ട് എത്താൻ പറ്റുള്ളൂ. സോ ഡയമണ്ട് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഏണിങ്സ് എത്രയൊക്കെ വരുവുള്ളെന്ന്. സോ ഇപ്പോൾ നമുക്ക് മന്തിൻ്റെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഉച്ചയ്ക്കുള്ള മന്തിൻ്റെ നോക്കിയിട്ട് നമുക്ക് പറഞ്ഞുതരാം. മാർച്ച് ഇന്ന് വന്നിരിക്കുന്നത് 13-ാം തീയതി ആയപ്പോഴത്തേക്കും 11,000 രൂപ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. സോ കഴിഞ്ഞ 2-3 മാസങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഹയസ്റ്റ് പേയ്മെൻറ്റ്. നമുക്ക് എന്തായാലും അടുത്ത മാസത്തിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മാസം എന്ത് വരാകുമ്പോൾ എത്ര രൂപ പേയ്മെൻറ്റ് കിട്ടും നമുക്ക് നോക്കാം. അത് തന്നെ ടാങ്കർ വെച്ച് അടിക്കണത് അവസ്ഥ. ഓട്ടോകളൊക്കെ കുളിച്ച് പോടും. ഓട്ടോകളൊക്കെ നനഞ്ഞ് കുളിച്ച് പോടും. ഈശ്വര, എൻ്റെ വഴിയിലും എത്തി പണ്ടാരം. ഇതിപ്പോൾ എനിക്ക് കുളിക്കേണ്ടി വരുമോ? ഞാൻ ഇപ്പോൾ വൈകുന്നേരം കുളിച്ചതേ ഉള്ളൂ. നമ്മളങ്ങനെ ടോട്ടൽ 15 ഓർഡർ ഡെലിവറി ചെയ്തു. 960 രൂപ പേയ്മെൻറ്റായി. രാത്രി ഇപ്പോൾ 11:15, ഇപ്പോൾ 16ാമത്തെ ഓർഡറിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. സോ 1639 രൂപയാണ് ടോട്ടൽ പേയ്മെൻറ്റ്. നേരത്തെ കാണിച്ച ഇൻസെൻറ്റീവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് സ്പിന്നാണ്. സോ 2ാമത്തെ സ്പിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് 7 ഓർഡർ ആകുമ്പോഴാണ് സ്പിന്ന് വരുന്നത്. സോ 15ാമത്തെ ഓർഡർ ആയപ്പോഴാണ് എനിക്ക് അടുത്ത സ്പിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് ക്ലിക്ക് കൊടുക്കാം. ഈ സ്പിന്നും കൂടെ നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന്. കൂപ്പൺ വരാതിരുന്നാൽ മതിയായിരുന്നു. ചിങ് 50 രൂപ, വീണ്ടും 50 രൂപ പേയ്മെൻറ്റ്. അങ്ങനെ നമുക്ക് 100 രൂപയുടെ സ്പിന്നിങ് ടോട്ടൽ കിട്ടിയിട്ടുണ്ട്. 100 രൂപ, രണ്ടിലും 50. ഒരു 3000 ഒക്കെ പ്രതീക്ഷിച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അടുത്തത് കിട്ടുമെന്ന് തോന്നണില്ല. എനിവേ നമുക്ക് എന്തായാലും അടുത്ത ഓർഡറിലേക്ക് പോകാം. അപ്പോൾ എഗെയിൻ അടുത്ത ദിവസം ഇന്ന് വളരെയേറെ സന്തോഷം. കുറേ നാളിന് ശേഷം എനിക്ക് 2000 രൂപ പെർ ഡേ പേയ്മെൻറ്റ് കിട്ടി. എനിവേ താങ്ക്സ് ടു സൊമാറ്റോ ചേട്ടൻ. സോ എൻ്റെ ചാനൽ ഞാൻ ഇനി മുതൽ സൊമാറ്റോ ചേട്ടൻ എന്ന് പറഞ്ഞ് ഇടാമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നാളായിട്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ സൊമാറ്റോ ചേട്ടൻ ഇന്ന് ചതിച്ചു, സൊമാറ്റോ ചേട്ടൻ ഇന്ന് നമുക്ക് ഇൻസെൻറ്റീവ് തന്നില്ല, സൊമാറ്റോ ഇന്ന് നമ്മളെ, മനസ്സിലായില്ലേ, സൊമാറ്റോ ഒരു ചേട്ടൻ എന്ന് വിളിച്ച് സൊമാറ്റോ ചേട്ടനാക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ഈ പറഞ്ഞ രേഖാചിത്രത്തിൽ മമ്മൂട്ടി ചേട്ടനെന്ന് കൂടെ വിളിച്ചിരിക്കും. അപ്പോൾ ഇത് ഞാൻ പണ്ട് പോലെ വിളിക്കണമല്ലേ സൊമാറ്റോയെ ചേട്ടനെന്ന്. അപ്പോൾ പിന്നെ അത് ചെയ്തുകൂടെ, മമ്മൂട്ടി ചേട്ടൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് സൊമാറ്റോ ചേട്ടൻ. അപ്പോൾ കുറച്ചുകൂടെ ഒരു എന്തോ ഒരു സ്പെഷ്യാലിറ്റി. എനിവേ താങ്ക്സ് ടു സൊമാറ്റോ ചേട്ടൻ. കാരണം കറക്റ്റായിട്ട് ഇന്ന് തന്നു. ഇന്ന് സത്യം പറഞ്ഞാൽ ഫുൾ ഡേ നിന്നവർക്കൊക്കെ 3000-4000 രൂപയൊക്കെ പേയ്മെൻറ്റ് കിട്ടിയെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എനിവേ കൺഗ്രാറ്റ്സ് ടു ഓൾ ഓഫ് ദി സൊമാറ്റോ റൈഡേഴ്സ്. കാരണം എല്ലാവർക്കും ഇന്ന് നല്ല പേയ്മെൻറ്റ് കിട്ടി. കാരണം ഇന്ന് നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. നല്ല ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ വൈകുന്നേരം
അയ്യോ, ലാഗ്. കാരണം ഒരു ഹോട്ടലിൽ പറഞ്ഞത് 100, 150, 300, 500 ഒക്കെ ഓർഡറാണ് വൈകുന്നേരം. അത് ഓരോ ഓർഡർ 40 മിനിറ്റൊക്കെ ലേറ്റ്. ഇന്ന് ലേറ്റായിട്ട് പോലും എനിക്ക് 2000 രൂപ പേയ്മെൻറ്റ് കിട്ടി. ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചായിരുന്നല്ലോ, ഉച്ചയ്ക്ക് മാത്രം എനിക്ക് 800 സംതിങ് രൂപ കിട്ടിയെന്ന്. അപ്പോൾ പിന്നെ വൈകുന്നേരം ഉറപ്പായിട്ട് ഒരു 1000 രൂപ ഇട്ടണ്ടേ, അല്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. സത്യം പറഞ്ഞാൽ 1500 രൂപ പേയ്മെൻറ്റ് കിട്ടേണ്ടതാണ് വൈകുന്നേരം മാത്രം. പക്ഷേ നമുക്ക് ലേറ്റായിപ്പോയി. ലേറ്റായെന്ന് പറഞ്ഞാൽ കുമാർ കഫേയിൽ അറൗണ്ട് 1 മണിക്കൂർ എനിക്ക് ലേറ്റാക്കി തന്നു. അതായത് വൈകുന്നേരം 6 to 9 അവർ പെർ ഓർഡർ 60 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് 80 രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉച്ചയ്ക്ക് നമുക്ക് കിട്ടിയത്. പക്ഷേ വൈകുന്നേരം 60 എന്നുള്ള ഒരു 80 ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ കിട്ടിയത്. പിന്നെ ഈ പറഞ്ഞ 9 to 12 ആ സമയം എനിക്ക് ഓർഡർ കുറവായിരുന്നു. ഇന്ന് ടോട്ടലി ഞാൻ 16 17 ഓർഡറൊക്കെ എടുത്തിട്ടുള്ളൂ. പക്ഷേ 2000 രൂപ പേയ്മെൻറ്റ് കിട്ടി. ഹാപ്പി. ഓരോ ചേട്ടന്മാർ നിന്നിട്ട് അറൗണ്ട് 26, 25 ഓർഡർ, എന്നിട്ട് എനിക്ക് 23 ഓർഡറേ കിട്ടിയുള്ളൂ. ഒരു 3 ഓർഡർ കൂടെ കിട്ടിയാൽ ബെറ്റർ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. പിന്നെ സ്പിന്ന് 2 തവണ കിട്ടി, 50 വെച്ച് കിട്ടി. ഭാഗ്യം, ഒരു കൂപ്പണും തന്നില്ല. ഒരു ബേർഡ് ഓയിലും ഒരു മീഷോയും ഒരു ഈ പറയുന്ന മറ്റേ മിന്ത്രയൊന്നും തന്നില്ല. ഭാഗ്യത്തിന് 50 രൂപ വെച്ചാൽ അത് 100 രൂപ. അപ്പോൾ അതിൽ ലാഭം. ടിപ്പ് ഒരു 40-50 രൂപ കിട്ടി, അതിൽ ലാഭം. ബാക്കി മൊത്തം പേയ്മെൻറ്റും. എനിവേ, താങ്ക്സ് ടു സൊമാറ്റോ. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ, സൊമാറ്റോ ഓടുന്ന 90% ആൾക്കാർക്കും സൊമാറ്റോ എങ്ങനെ ഓടണമെന്നറിയില്ല, എങ്ങനെ ആപ്പ് കൈകാര്യം ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ഇൻസെൻറ്റീവ് മാക്സിമം ഏൺ ചെയ്യാമെന്നറിയില്ല. ഇതൊന്നും അറിയത്തില്ല. എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ബിഗിനേഴ്സ് ഗൈഡ് സൊമാറ്റോയ്ക്ക് വേണ്ടി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 40 മിനിറ്റ് എങ്ങാണ്ട് വരും. ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടായാലും ഞാൻ പറയുന്നൊന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എൻ്റെ 5 വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ എനിക്കിന്ന് സന്തോഷമായ മറ്റൊരു കാര്യം, ഇന്ന് ഞാൻ CNG ടോട്ടൽ അടിച്ചത് 61 രൂപയ്ക്ക് മാത്രമാണ്. 61 അല്ല, 67 രൂപ. 67 രൂപയുടെ CNG ആണ് എനിക്ക് ടോട്ടലി ആയിട്ടുള്ളത്. അല്ലാതെ കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ഓൾറെഡി CNG ഫുള്ളായിരുന്നു. 130 രൂപയാണ് എൻ്റെ ഫുൾ ടാങ്ക് CNG. അപ്പോൾ 130 രൂപയ്ക്ക് ഇന്നലെ ഓൾറെഡി അടിച്ചു. പിന്നെ ഇന്ന് ഉച്ച വരെ ഓടിയതാണ് 67 രൂപ. ഇപ്പോൾ വൈകുന്നേരം ഒരു 2-3 കട്ട ബാക്കിയുണ്ട്. അതിപ്പോൾ നാളെ അടിച്ച് ഓക്കെ ആവും. നാളെ എന്തായാലും സൊമാറ്റോ ഫുൾ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു. നാളത്തെ മൂഡ് പോലെ ഇരിക്കും. കാരണം ഇന്ന് ഏൺ ചെയ്തല്ലോ, ഇന്ന് എഫേർട്ട് ഇല്ലാതെ ഏൺ ചെയ്തതാണ്. ഇപ്പോൾ രാത്രി 1:30 ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ എന്തായാലും നമ്മൾ അത്യാവശ്യം ഒരു ഏണിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ തന്നെ ഗിഫ്റ്റ് കൊടുക്കണം. എന്ന് വെച്ചാൽ പേ യുവർ സെൽഫ് ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന കുറേ കോഡ്സ് ഉണ്ട്. അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം അല്ലെങ്കിൽ നമുക്കൊരു ബോറടി വരും. കാരണം ഇത്രയും പേയ്മെൻറ്റ് കിട്ടിയിട്ട് നമുക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല, എന്തെങ്കിലും സ്പെഷ്യൽ. ഞാൻ ബിരിയാണി വാങ്ങിച്ചു. കുമാർ കഫേ പോയിട്ട് 160 രൂപ ഒരു ബിരിയാണി. നോർമലി നൈറ്റ് ഇങ്ങനെ ബിരിയാണി കഴിക്കുന്ന ഹെൽത്തി ഒന്നും അല്ല, പക്ഷേ ഒരു ക്യൂരിയോസിറ്റി, ഒരു രസം, അല്ലെങ്കിൽ ഒരു റിവാർഡ്. ഇനി പതുക്കെ ഞാൻ കുറച്ച് വരും. കാരണം ഞാൻ സാധാരണ തട്ടുദോശയൊക്കെയാണ് കഴിക്കാറ്. പക്ഷേ ഇന്ന് 2000 രൂപ പേയ്മെൻറ്റ് കിട്ടി. അപ്പം നമ്മുടെ മൈൻഡൊക്കെ വിശ്വസിക്കുമോ, 2000 രൂപ പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ വീണ്ടും ബിരിയാണി വാങ്ങിക്കും. അപ്പോൾ അതുവരെ നമ്മളെ സൊമാറ്റോ ഓടിക്കാൻ വേണ്ടി നിർത്തും, ബോഡിയും മൈൻഡും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക് ഡൗണിലോട്ട് പോവാണ്. സോ ഇതാണ് ഇന്നത്തെ ഇൻസെൻറ്റീവിൻ്റെ ബ്രേക്ക് ഡൗൺ. സോ 11:59 മുതൽ രാവിലെ 4 മണി വരെ 30 രൂപ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ സമയമൊന്നും ഇറങ്ങാറില്ല. ഇപ്പം തന്നെ മണി 2 സത്യം പറഞ്ഞാൽ ഇറങ്ങണമായിരുന്നു, എന്നാൽ കുറച്ചുകൂടെ പേയ്മെൻറ്റ് കിട്ടിയത്. സോ ഇപ്പോൾ നമുക്ക് ഓർഡറിൻ്റെ വ്യൂ ഡീറ്റെയിൽസിലോട്ട് പോകാം. സോ എനിക്ക് രാവിലെ 560 രൂപ 7 ഓർഡറിന് കിട്ടിയാണ്. 80 ഉണ്ടായിരുന്നു. 3 to 6 ഞാൻ ഇറങ്ങിയിട്ടില്ല, പക്ഷേ അപ്പോഴും 40 ഉണ്ടായിരുന്നു. ഇറങ്ങിയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ എമൗണ്ട് കിട്ടിയാണ്. പിന്നെ 6 to 9 240 രൂപ 4 ഓർഡേഴ്സ്. ആ സമയത്താണ് എന്നെ തേച്ചത്. കാരണം 1 മണിക്കൂർ എനിക്ക് ലേറ്റായിപ്പോൾ, അല്ലെങ്കിൽ ഒരു 2 ഓർഡറും കൂടെ ആ സമയം കൊടുത്തേ. ബാക്കി 9 to 11 വരെ 7 ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൾട്ടി ഓർഡറൊക്കെ കിട്ടി. അപ്പോൾ 40 രൂപ എക്സ്ട്രാ. അങ്ങനെ ടോട്ടലി 1080 രൂപ ഇൻസെൻറ്റീവും 18 ഓർഡറും ഞാൻ ഡെലിവറി ചെയ്തിട്ടുണ്ട്. 1080 രൂപ ഇൻസെൻറ്റീവ് മാത്രം കിട്ടി. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ 2000 രൂപ പേയ്മെൻറ്റ് വരാനായിട്ട്. കാരണം 18 ഓർഡർ എടുത്തപ്പോൾ അല്ലാതെ ആ ഓർഡറിൽ കിട്ടിയ എമൗണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 900 രൂപ അടുപ്പിച്ച്. ഇനി പോക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ വീക്കിലി ഇപ്പോൾ 4885 രൂപ 4 ദിവസം ഓടിയിട്ട് എറൗണ്ട് 5000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് 4 ദിവസം. ആലോചിച്ച് നോക്കാം, ഈ 4 ദിവസത്തിൽ 12-ാം തീയതി വെറും 300 രൂപ പേയ്മെൻറ്റ് ആയിട്ടുള്ളൂ. കാരണം 2 ദിവസം നമ്മൾ 1500 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ്, ഒരു ദിവസം 2000 രൂപ. ഈ 2000-ന് മുകളിൽ പേയ്മെൻറ്റ് കയറ്റണം. നോക്കട്ടെ, ഭാഗ്യമുണ്ടെങ്കിൽ കയറും എന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതൊന്നും നോക്കിയേ, ഇത്രയും പേയ്മെൻറ്റ് വരാൻ കാരണം ഇൻസെൻറ്റീവാണ്. 1930 ഇൻസെൻറ്റീവ് മാത്രമായി. പിന്നെ 2855 രൂപ നമുക്ക് ഓർഡർ ഏണിങ്സും വന്നു. ഈ അതർ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ സ്പിൻ്റെ വീലാണ്, അതിൽ 100 രൂപ കിട്ടി. അങ്ങനെയാണ് ഈ പറഞ്ഞ 1959 രൂപ കറക്റ്റ് പേയ്മെൻ്റ് ആയത്. ഇപ്പോൾ മന്ത്ലി നോക്കുവാണെങ്കിൽ 12404 രൂപ. ഇന്നത്തെ ഡേറ്റ് 13. സോ 13-ാം തീയതി എത്തിയപ്പോഴത്തേക്കും 12404 രൂപ പേയ്മെൻറ്റ് ഞാൻ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ പേയ്മെൻറ്റ് ഞാൻ പൊട്ടിച്ചു. കഴിഞ്ഞ മാസം ഞാൻ കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടില്ല. 1-2 പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബ്രോ കറക്റ്റായിട്ട് ഒരു മാസം ഇറങ്ങിയിട്ട് എത്ര രൂപ പേയ്മെൻറ്റ് കിട്ടും. നമുക്ക് നോക്കാം. നമുക്ക് ഇനി അടുത്ത കുറച്ച് ദിവസം കൊണ്ടൊരു 10000 രൂപയെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് എൻ്റെ ഏറ്റവും ഹയസ്റ്റ് പേയ്മെൻറ്റ് ഇതായിരിക്കും. നമുക്ക് നോക്കാം. എന്തായാലും അതൊന്നും പറയുന്നൊന്നുമില്ല, എത്രയാണെങ്കിലും കിട്ടട്ടെ. സോ 13 മാർച്ച് ഐ ആം വെരി ഹാപ്പി. 1959 രൂപ 18 ഓർഡേഴ്സിൽ. ഒരു 22-25 ഓർഡറൊക്കെ എടുത്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് 2500 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് പോയേനെ. ഉറപ്പായിട്ട് 2500 രൂപയ്ക്ക് മുകളിൽ പോയേനെ.
എനിവേ ഇന്ന് ആ ഒരു പേയ്മെൻറ്റ് കിട്ടുമായിരുന്നു. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പിന്നെ പൊങ്കാല ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മടിച്ചത്. അപ്പോൾ സൊമാറ്റോ ഇങ്ങനെ സീസണിൽ ഇടയ്ക്ക് മുറയ്ക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാർക്ക് ഇതേപോലത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾ മുതലെടുക്കുക, നിങ്ങൾ മുതലാക്കുക എന്നൊക്കെ എനിക്ക് പറയാനുള്ളൂ. കാരണം സൊമാറ്റോ ഇതേപോലെ ഇൻസെൻറ്റീവ് ഇടുന്ന സമയത്ത് മാക്സിമം ഏൺ ചെയ്യാൻ നോക്കുക, മാക്സിമം ഉണ്ടാക്കാൻ നോക്കുക. അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾ എങ്ങനെ ഇറങ്ങുന്നില്ല എന്നുള്ളതിലല്ല കാര്യം. ഇതേപോലെ ഇൻസെൻറ്റീവൊക്കെ ഇങ്ങനെയൊക്കെ ഇൻസെൻറ്റീവ് വന്നിട്ടുണ്ടോ മാക്സിമം അടിക്കാൻ നോക്കുക. ഞാൻ കിട്ടിയ സമയത്ത് എൻ്റെ ബോഡി അധികം പഞ്ചറാക്കാതെ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന ലെവലിലൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.